മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ആണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ വി അരുൺ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇനി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ അല്ല പ്രവേശിക്കുന്നത് എന്നതാണ്. AKG സെന്ററിൽ നിന്ന് വിട്ടു നൽകിയിട്ടുള്ള വാഹനത്തിലാണ്. ഒപ്പം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതിനും വ്യക്തതയില്ല. അദ്ദേഹം സംസാരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണ നിലയിൽ അങ്ങനെ മാധ്യമങ്ങളോട് അധികം മുഖ്യമന്ത്രി പ്രതികരിക്കാറില്ല. ഇതാ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി വാഹനം തയ്യാറാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ A റഹീം ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തിരുന്നു. മുൻ മന്ത്രി കൂടിയായ നിലവിലും മന്ത്രിസഭ അദ്ദേഹത്തിൻ്റെ മകളും ഒപ്പമുണ്ട് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വി ശിവൻകുട്ടി വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് മുഖ്യമന്ത്രിയോട് ഒപ്പം എന്നതാണ്. ഇനി അദ്ദേഹം എവിടേക്കാണ് AKG സെന്ററിലേക്ക് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രി എന്ന് തന്നെ പറയാം. അങ്ങനെ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിന്നാലെ അരുൺ ഇതാ മുഖ്യമന്ത്രിയുടെ വാഹനം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, AKG ഫ്ളാറ്റിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് വേണ്ടി CPM നിർമ്മിച്ചിട്ടുള്ള AKG സെന്ററിന്റെ എതിർവശത്തുള്ള ഫ്ളാറ്റിലേക്കാണ് അദ്ദേഹം പോകുന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടെ അദ്ദേഹത്തിന് നേരത്തെ തന്നെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ഉള്ള മുറിയുണ്ട്. അത് ഇതുവരെ മറ്റാർക്കും നൽകിയിരുന്നില്ല, മറ്റാർക്കും കൈമാറിയിരുന്നില്ല. അവിടേക്ക് പിണറായി എത്തും. അതിനൊപ്പം ഒരു ഫ്ളാറ്റ് കൂടി അദ്ദേഹത്തിന് വേണ്ടി മാറ്റിയിട്ടു എന്ന ചില സൂചനകളും പുറത്ത് വൈകാതെ അവിടേക്ക് താമസം മാറും. AKG സെന്ററിന് എതിർവശമുള്ള ചിന്താ ഫ്ളാറ്റിലെ 3-ാം നിലയിലെ 3A 3B മുറികൾ അദ്ദേഹത്തിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടേക്ക് അദ്ദേഹം താമസം മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ചില അഭ്യൂഹങ്ങളൊക്കെ പിണറായി കണ്ണൂരിലേക്ക് മാറുമെന്ന തരത്തിൽ വരുന്നുണ്ട്. അതിനോട് അത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ പറ്റുന്ന വിവരങ്ങളായി നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല. ഏതായാലും പിണറായി വിജയൻ ഇപ്പോൾ AKG സെന്ററിലേക്ക് പോവുകയാണ്. അദ്ദേഹം AKG സെന്ററിലേക്കാണോ AKG ഫ്ളാറ്റിലേക്കാണോ പോകുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ വി ശിവൻകുട്ടിയും വി ജോയിയും A റഹീമും ഒക്കെ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനുണ്ടായിരുന്നു. എസ്കോട്ടുകളുടെയും പൈലറ്റിന്റെയും ഒന്നും അകമ്പടിയില്ലാതെ പിണറായി വിജയൻ AKG സെന്ററിലേക്ക് പോവുകയാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ യാത്രകൾ വലിയ വിവാദമായി മാറിയിട്ടുണ്ട്, വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള യാത്ര പിണറായി നടത്തുന്നു. എന്തിനാണ് ഇത്തരത്തിൽ സുരക്ഷ? പിണറായി വിജയൻ അദ്ദേഹത്തിന് Z+ കാറ്റഗറി സുരക്ഷയുള്ള നേതാവാണ്. എങ്കിൽ പോലും കേരളത്തിൽ അത്തരത്തിലുള്ള യാത്രകൾ സാധാരണ കണ്ടിട്ടില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ പലപ്പോഴും റോഡ് ബ്ലോക്ക് ചെയ്തുള്ള യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നത് വസ്തുതയാണെങ്കിൽ പോലും അതിനുശേഷം പിണറായി വിജയൻ ഇത്രയധികം അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ പിണറായിയെ താരതമ്യപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയുമായാണ്, അദ്ദേഹത്തിന്റെ മുൻഗാമി ഉമ്മൻചാണ്ടിയുമായാണ്. അദ്ദേഹം വളരെയധികം ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി നിന്ന നേതാവ്. അവിടേക്ക് പിണറായി വിജയൻ വരുമ്പോൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു, വലിയ രീതിയിൽ ആ ഒരു എതിർപ്പ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു, അത്തരം സന്നാഹങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഏതായാലും അങ്ങനെ യാത്ര ചെയ്ത പിണറായിയാണ് ഇപ്പോൾ ഒരു എസ്കോട്ടും പൈലറ്റും ഇല്ലാതെ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. ആ പിണറായിയാണ് ഇപ്പോൾ പോലീസ് സന്നാഹമില്ലാതെ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും ചില പോലീസ് വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പോയ ശേഷം പിന്നിലേക്ക് എത്തുന്നുണ്ട്. സുരക്ഷ ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം പിണറായി വിജയൻ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന പിണറായിക്ക് ഒരു സുരക്ഷ ഒരുക്കാൻ പോലീസ് നിർദ്ദേശമില്ലെങ്കിൽ പോലും ശ്രമിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. ഒരു പോലീസ് വാഹനം അദ്ദേഹത്തിന്റെ വാഹനത്തിന് തൊട്ടു പിന്നാലെ എത്താൻ ശ്രമിക്കുന്നുണ്ട്. MP A റഹീമിന്റെ വാഹനത്തെയൊക്കെ മറികടന്ന് അത് മുന്നിലേക്ക് കയറി പോകുന്നു. എസ്കോട്ട് പൈലറ്റും ഒഴിവാക്കാൻ മുഖ്യ നിർദ്ദേശം നൽകിയിരുന്നു. അത് മറികടന്നുകൊണ്ടാകാം, അല്ലെങ്കിൽ പോലീസിന് കൂടി അദ്ദേഹത്തിന്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അദ്ദേഹത്തിന് കേന്ദ്രം നൽകിയ Z കാറ്റഗറി സുരക്ഷ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. സാങ്കേതികമായി അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രിയാണ്. എങ്കിലും കാവൽ ഒഴിവാക്കിക്കൊണ്ട്, സംരക്ഷണ ഒഴിവാക്കിക്കൊണ്ട് പിണറായി വിജയൻ ഈ കഴിഞ്ഞ 10 വർഷം അദ്ദേഹം വലിയ സുരക്ഷയിൽ, വലിയ സന്നാഹത്തിൽ സഞ്ചരിച്ച വഴികളാണ് ഈ തിരുവനന്തപുരത്തെ നഗരവീഥികൾ. വിമാനത്താവളത്തിലേക്ക് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് പലപ്പോഴും പിണറായി വിജയൻ വിമാനത്താവളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ സിഗ്നലുകളെല്ലാം, നഗരത്തിലെ മുഴുവൻ സിഗ്നലുകളും ഓഫ് ചെയ്ത പോലീസ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഓഫീസ് ആവശ്യപ്പെടുന്നതിനധികം സുരക്ഷ നൽകി ഒരു പിണറായിയോടുള്ള മമത പ്രകടിപ്പിക്കാൻ പോലീസിലെ ഉന്നതർ പലപ്പോഴും ശ്രമിച്ചിരുന്നു. അതാണ് വലിയ വിമർശനത്തിന് എതിരാക്കിയത്. അത്തരമൊരു സാഹചര്യത്തിൽ യാത്ര ചെയ്ത പിണറായി വിജയനാണ് ഇപ്പോൾ എസ്കോട്ടും പൈലറ്റും ഇല്ലാതെ, സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ആഡംബരങ്ങളൊന്നുമില്ലാതെ, സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു സുരക്ഷയുമില്ലാതെ AKG സെന്ററിന്റെ വാഹനത്തിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അഭിലാഷ്.
യെസ്, വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 10 വർഷത്തിന് ശേഷം ഇതാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ, പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലാതെ AKG സെന്ററിൽ നിന്ന് നയിച്ച പ്രത്യേക വാഹനത്തിൽ പുറപ്പെടുന്നു എന്നതാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ പല യാത്രകളും ഏറെ വിവാദമായിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി എന്ന നിലയിലും അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നവകേരള യാത്രയിൽ അടക്കമൊക്കെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ സുരക്ഷാ സന്നാഹങ്ങൾക്കിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ആലപ്പുഴയിലെ കരിങ്കൊടി പ്രയോഗത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ അതിക്രമം ആയിരുന്നു. അന്ന് ആ അതിക്രമത്തിൽ അടിയേറ്റു വീണ AD തോമസ് എന്ന കോൺഗ്രസ് പ്രവർത്തകൻ, ഒരു യുവ നേതാവ്. അതായത് ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് എത്തുമ്പോൾ 2 ചെറുപ്പക്കാരാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ 2 പേരാണുള്ളത്. അതിൽ ഒന്ന് സൂരജും മറ്റൊന്ന് AD തോമസുമാണ്. അവിടെ ആലപ്പുഴയിൽ അടിയേറ്റു വീണ AD തോമസ് ഭരണപക്ഷത്ത് MLA-മാരുടെ ഇടയിൽ ഉണ്ടാകും എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെ ഈ യാത്രയും പ്രത്യേകം രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.